സന്ദീപ് വാര്യർ, ഇവിടെ ഇന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ പ്രോട്ടേം സ്പീക്കറിൽ കൊടിക്കുന്നിലിനെ അവഗണിച്ചതിലെ പ്രതിഷേധം വിയോജിപ്പ് അറിയിക്കുന്നു. അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ അധികാരത്തിലേക്ക് എത്താൻ പോകുമ്പോൾ നീറ്റ് എന്ന് പരിഹസിക്കുന്നു. കൊടിക്കുന്നിലിനെ ആദ്യം സത്യപ്രതിജ്ഞ ക്ഷണിക്കുമ്പോൾ ഞങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ വിട്ടുകൊടുക്കാൻ തരിമ്പ് പോലും ഒരുക്കമല്ല എന്ന് പറയുകയല്ലേ രാജ്യത്തെ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷം? സന്ദീപ് വാര്യർ, നോക്കൂ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു ദിവസമാണ്. ആ ദിവസം സ്വാഭാവികമായിട്ടും നടക്കേണ്ട സത്യപ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത 5 ദിവസക്കാലം അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, ഒപ്പം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് നടക്കേണ്ടത്. ഇതെല്ലാം നടക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു ബിസിനസ് നടക്കുന്നില്ല. ഈ സഭയ്ക്കകത്ത് ഇത്തരത്തിൽ തർക്കങ്ങൾ അതല്ലെങ്കിൽ ആക്രോശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് കോൺഗ്രസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഈ പറയുന്ന മുന്നണി എന്താണ് ലക്ഷ്യം വെക്കുന്നത്, പ്രതിപക്ഷ മുന്നണി എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, ലോക്സഭ എന്ന് പറയുന്നത്, അവിടെ നടക്കേണ്ടത് ഡിബേറ്റും ഡിസ്കഷനുമാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഡിസ്ട്രപ്ഷൻ എന്ന രീതിയിലേക്ക്, തടസ്സപ്പെടുത്തൽ എന്ന രീതിയിലേക്ക് കോൺഗ്രസും ഒപ്പമുള്ള ആളുകളും പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. വസ്തുതാപരമായി അല്ലെങ്കിൽ നിയമപരമായി കീഴ്വഴക്കങ്ങളോ ഇല്ലാത്ത വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ബഹളമുണ്ടാക്കി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിലപ്പുറം കോൺഗ്രസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ അങ്ങനെയാണ് കീഴ്വഴക്കം. 8 തവണ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ MP ആയി ലോക്സഭയിലെ മുതിർന്ന സാമാജികനാണ്. ഭർത്തൃഹരി മഹതാബ് ഏത് രീതിയിൽ അങ്ങോട്ടേക്ക് എത്തും തുടർച്ചയായി ജയിച്ചു എന്ന് പറഞ്ഞു. തുടർച്ചയെന്ന് പറഞ്ഞാൽ BJD-യിൽ ആയിരുന്നു ഇത്രകാലം, BJP-യിലേക്ക് വന്നിട്ട് അധിക നാളായില്ല, ഇവിടെ തോറ്റു എന്നൊക്കെയുള്ള ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടിക്കുന്നിൽ ഒഴിവാക്കി നിർത്തുന്നു. അതിനുശേഷം കൊടിക്കുന്നിൽ തന്നെ ആദ്യം സത്യപ്രതിജ്ഞ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിയറോ പറയാൻ തയ്യാറല്ല സർക്കാരെ എന്നൊരു പ്രഖ്യാപിക്കലായ പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നീക്കങ്ങളെ കാണാവോ സന്ദീപ്? നോക്കൂ, ആ പറയുന്നതിൽ വസ്തുതാപരമായിട്ടുള്ള ചില പിശകുകളുണ്ട്. ഒന്ന്, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രോട്ടേം സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡമല്ല എന്ന് 2018 സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഒന്ന്. 2, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് കീഴ്വഴക്കം തന്നെയാണ്, കീഴ്വഴക്കമില്ല എന്ന് പറയരുത്. നേരത്തെയും ഇത്തരത്തിൽ ചില കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് പ്രോട്ടേം സ്പീക്കർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2004 അന്നത്തെ ഏറ്റവും സീനിയേഴ്സ് ആയിരുന്ന 10 തവണ പാർലമെന്റ് അംഗങ്ങളായിരുന്ന ജോർജ് ഫെർണാണ്ടസും AB വാജ്പേയിയും ഇരിക്കെ, പ്രത്യേകിച്ച് അവർ മുൻപത്തെ സഭയിൽ പ്രധാനമന്ത്രിയും മന്ത്രിയുമായിരുന്നു, എന്നിട്ട് പോലും അവരെ അവഗണിച്ചുകൊണ്ട് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെയാണ് പ്രോട്ടേം സ്പീക്കറെ തിരഞ്ഞെടുത്തത്. അത് ശരിയായ നടപടിയായിരുന്നോ? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞ കീഴ്വഴക്കമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസ് 56-ലും 77-ലും ഒക്കെ സമാനമായിട്ടുള്ള രീതിയിൽ പ്രോട്ടേം സ്പീക്കർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കീഴ്വഴക്കമാണ് എന്ന് അവകാശപ്പെടുന്നതിൽ ഒന്ന് തെറ്റാണ്. 2, തുടർച്ച, കണ്ടിന്യൂറ്റി എന്ന് പറയും. എന്തുകൊണ്ട് കണ്ടിന്യൂറ്റി? ഈ പ്രോട്ടേം സ്പീക്കർ എന്നുള്ള പദം അല്ലെങ്കിൽ അത്തരമൊരു പദവി നമ്മുടെ ഭരണഘടനയിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ വന്നിട്ടത് ബ്രിട്ടനിൽ നിന്നാണ്. അതിനെ സംബന്ധിച്ച് കിരൺ റിജിജു വിശദീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ അത് കണ്ടിന്യൂസ് ആയി പാർലമെന്റിൽ ഏറ്റവും സീനിയർ ആയ ആൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. കണ്ടിന്യൂറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ആവുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ആവാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിയില്ല. അദ്ദേഹത്തിന് 4 തവണത്തെ സീനിയോറിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ഇടയ്ക്ക് 2 തവണ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തുടർച്ചയായി 7 തവണ കട്ടക്കിൽ നിന്ന് ജയിച്ചു വന്ന താങ്കൾ തന്നെ പറയുന്നു തുടർച്ച, കണ്ടിന്യൂറ്റി ഒരു മാനദണ്ഡമല്ല. താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞാണ് സന്ദീപ്. അങ്ങനെ ഞാൻ പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാത്തവരല്ല ലോക്സഭ, കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാത്തവരല്ല BJP, നരേന്ദ്രമോദി. 8 വർഷം തുടർച്ച 8 വർഷം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ടേം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ദളിത് മുഖം കൂടിയാണല്ലേ. എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അല്ല, ഞാൻ പറയാം, അതിന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഇവിടെ പ്രോട്ടേം സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡമാക്കി നമ്മുടെ ഭരണഘടനാ ശില്പികൾ അതിനെ മാതൃകയാക്കിയത് നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. അവിടെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടേമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ആ കണ്ടിന്യൂസ് ടേം എന്ന രീതിയിൽ ഏറ്റവും അർഹനായിട്ടുള്ളയാൾ ഭർത്തൃഹരി എന്ന് പറയുന്ന ഈ കട്ടക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള 7 തവണയുള്ള, എന്തുകൊണ്ടാണ് അതിനെ ബ്രിട്ടനെ നമ്മൾ മാതൃകയാക്കുന്നത്? അപ്പോൾ തന്നെ നമ്മൾ എന്തിനാണ് അപ്പോൾ നോക്കുന്നത്? ഞാൻ പറയുന്നത് നമുക്കിവിടെ ആലോചിക്കാമല്ലോ, നമുക്ക് തീരുമാനിക്കാമല്ലോ. അവിടെ ആ തീരുമാന പ്രകാരം ഈ പറയുന്ന ഒരു തവണ തോറ്റു എന്ന് കരുതി, അല്ലെങ്കിൽ 2 തവണ തോറ്റു എന്ന് കരുതി കൊടിക്കുന്നിലിന് അവിടെ അയോഗ്യത കൽപ്പിക്കുകയാണോ നിങ്ങൾ? അത് യഥാർത്ഥ അയോഗ്യതയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ 2004 അടൽ ബിഹാരി വാജ്പേയിക്കും ജോർജ് ഫെർണാണ്ടസിനും ഉണ്ടായിരുന്ന അയോഗ്യത എന്തായിരുന്നു? ഇവര് മറുപടി പറയട്ടെ. അല്ല, അത് തെറ്റാണെങ്കിൽ? അല്ല,
അത് തെറ്റല്ല എന്നല്ല ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞങ്ങൾ അത് തെറ്റാണെന്ന് നോക്കൂ. അതിനെ എതിർത്തിട്ടില്ല. ഈ പ്രോട്ടം സ്പീക്കർ എന്ന പദവി ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്ത് കേവലം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് വരെ മാത്രമുള്ള ഒരു സംഗതിയാണ്. അതിലപ്പുറം ലോക്സഭയിലെ ഒരു ബിസിനസ്സിലും ഈ പ്രോട്ടം സ്പീക്കർക്ക് ഒരു പങ്കാളിത്തമില്ല, അതിലെപ്പോഴും ഒരു പ്രാധാന്യവുമില്ല. ഇതൊരു വലിയ വിവാദമാക്കി തുടക്കത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിൽ അപ്പുറം യാതൊരു പ്രസക്തിയില്ല.